കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ പ്രസിദ്ധമായ ഒരു ഡയലോഗുണ്ട്. അതുപോലെ തന്നെയാണ് കേരളം പഴയ കേരളമല്ല. കോടികളുടെ റിയൽ എസ്റ്റേറ്റ് മേഖല നടക്കുന്ന ഈ കേരളത്തിൽ കൊച്ചിയിൽ ഒരു പ്രമുഖ ബിസിനസ് കൺസൾട്ടൻസി ഉണ്ട്, ഇലാഗോ കൺസൾട്ടൻസി. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മിസ്റ്റർ നിഷിലിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഹായ് നിഷിൽ. ഹലോ അനീഷ്. ഇതിൽ വളരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു ഓഫീസ് കൊച്ചിയിൽ ഉണ്ടാക്കുക, ഒത്തിരി ക്ലയൻറ്റിനെ അട്രാക്ട് ചെയ്യുക, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അത്രയ്ക്കും ഇവിടെ ബിസിനസ് ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മനുഷ്യൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൂടുതലും ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ മെത്തേഡിലാണ്. പഴയ സിസ്റ്റം എന്നുള്ളത് മാറ്റിയിട്ട് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് ഒരു കുറച്ചും കൂടി കസ്റ്റമേഴ്സ്, നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ആക്കിയിട്ടുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ആ ട്രസ്റ്റാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ ഫീൽഡിൽ എപ്പോഴും ട്രസ്റ്റാണ്. അപ്പോൾ ആ ട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് ആവുന്ന രീതിയിൽ ഒരു ഫുൾ സെറ്റപ്പിൽ എന്താ പറയുക, ഫുള്ളി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇലാഗോ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോൾ ഇവിടുത്തെ കൊച്ചിയിലെ കാര്യം പറഞ്ഞു, കേരളം പറഞ്ഞെങ്കിലും കഴിഞ്ഞ നവംബറിൽ നിഷിൽ ദുബായ് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ മാർക്കറ്റ് ഇവിടുത്തെ മാർക്കറ്റ് തമ്മിലുള്ള ഡിഫറൻസ്? ദുബായിയുടെ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യാസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നത് പോലെ അല്ല ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഷോബയുടെ ഒരു സൈറ്റ് ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ പോലും ഇരിക്കാൻ പോലും സീറ്റില്ല. അതായത് അത്രമാത്രം ആളുകൾ വന്ന് ബുക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് ദുബായ്. അതിൻ്റെ ഒരു ചെറിയ, ഞാൻ പറഞ്ഞ 30% പോലും നമ്മുടെ ഇവിടെ ഉണ്ടാവില്ല. അത്രയും ഹ്യൂജ് മാർക്കറ്റാണ് ദുബായ്. അപ്പോൾ അവിടുത്തെ ഓപ്പണിംഗ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന് ഇത്രമാത്രം ഓപ്പണിങ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പോഴാണ് നമ്മളും ഇവിടെയും കൂടുതലും ഒന്ന് പുഷ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നത്. ശരിക്കും അവിടെ ഒരു റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഇലാഗോ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലോട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തത്. അതെ, വെരി ഗുഡ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും? മനുഷ്യ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് വാർ എന്നുള്ളത്. വാർ ശരിക്കും ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ബാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ദുബായിലാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അന്തൻസി വരുന്ന ആളുകൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എന്തായാലും ഒരു ബൂമിംഗ് ആയിരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ഓഫീസും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കതെല്ലാം ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ആരെങ്കിലുമാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ. കാരണം നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസയാണ്. ആ പൈസ മുഴുവൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇലാഗോ അങ്ങനെ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് കസ്റ്റമേഴ്സിന് സമയമില്ല. ഇപ്പോൾ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വില്ലയോ കാണാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ തന്നെ ഒരു കോൺഫറൻസ് ഹോളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അവരിവിടെ ഇരുത്തി തന്നെ ഒരു പ്രോജക്റ്റിൽ തന്നെ ഒരു റിപ്പോർട്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ഇരുന്ന് കണ്ട് അവർക്ക് 100% സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ അവർ നേരെ പോയാൽ മതി. അപ്പോൾ അതിന് വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവരുടെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർക്ക് പോയി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സ്പെൻസ് കുറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് വരുമ്പോൾ നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നു. നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം തന്നെയുണ്ട് ഇതിൽ. അപ്പോൾ ആ ടീമിനെ വെച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് നിഷിൽ പറഞ്ഞത്. കാരണം പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ 10 ദിവസത്തിന് ലീവിന് വരുന്നവരുണ്ടാവും. അവർക്ക് ഇത് മൊത്തം സൈറ്റിൽ പോയി കിടക്കുന്ന സമയം ഉണ്ടാവില്ല. ഇവിടെ കോൺഫറൻസ് റൂമിൽ അതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കാണിച്ചിട്ടാണ് നമുക്ക് സൈറ്റിൽ പോകേണ്ടി വരുന്നത്. റിയലി അപ്രീഷിയേറ്റഡ്. താങ്ക് യു. പക്ഷേ നിഷിൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി പ്രയാസപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ചതിക്കപ്പെടുന്നു, ഫ്ലാറ്റിൽ ഇനീഷ്യലി പൈസ കൊടുക്കുന്നു, പക്ഷേ ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന പോലും ഇല്ല. അപ്പോൾ ആ രംഗത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള അതോറിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രെഡൻഷ്യൽസോ സർട്ടിഫിക്കറ്റ്സോ ഒക്കെ ഉണ്ടോ? ഇപ്പോൾ മനുഷ്യ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് നേരത്തെ പല ആളുകളും ഇപ്പോൾ NRIs ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അവർ കംപ്ലീറ്റും ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടി അവർ പൈസ ഇവിടെ പല ബിൽഡേഴ്സിൻ്റെ അടുത്ത് കൊടുക്കും. പക്ഷേ ചിലപ്പോൾ ആ ബിൽഡേഴ്സ് ലാസ്റ്റ് ടൈമിൽ ഉണ്ടാവില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതലും അത് സെക്യൂർ ആക്കാൻ ഗവൺമെൻറ് തന്നെ RERA എന്ന് പറഞ്ഞൊരു അതോറിറ്റി വന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിംഗ് റെഗുലേറ്റിംഗ് അതോറിറ്റിയാണ്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ബിൽഡർ ആയാലും അതിൽ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ കൺസൾട്ടൻ്റാണ്. എനിക്ക് അതിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാനായാലും അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളും ത്രൂ RERA വഴി തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ വരികയാണെങ്കിൽ ഞാനൊരു ചാനൽ പാർട്ണർ, ഞാനിപ്പോൾ എല്ലാ ബിൽഡേഴ്സിൻ്റെ ചാനൽ പാർട്ണറാണ്. ഓക്കെ, ഇവിടെയുള്ള റിപ്പോർട്ടഡ് ആയിട്ടുള്ള ചാനൽ പാർട്ണർ ബിൽഡേഴ്സിൻ്റെ എല്ലാം ചാനൽ
പാർട്ട്ണറാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി റെറ ഏജൻ്റാണ്. അപ്പോൾ ഞാൻ വഴി പോകുമ്പോൾ അവർക്ക് എപ്പോഴും ട്രസ്റ്റ് ഉണ്ടാവും, ആ രീതിയിൽ തന്നെ പോകാൻ പറ്റും. അതായത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇലാഗോ കൊടുക്കാറുള്ളൂ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി നമ്മൾ കഷ്ടപ്പെട്ട് പുറത്തൊക്കെ പൈസ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇവിടെ പോയി അത് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് കറക്റ്റായിട്ടുള്ള ഒരു ഏരിയയാണ് ഇലാഗോ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണെന്നാണ് മിസ്റ്റർ നിഷിൽ പറഞ്ഞത്. ഇലാഗോയുടെ പ്രൊഫൈൽ നോക്കി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കണ്ടു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ഇലാഗോയുടെ റിയൽ എസ്റ്റേറ്റും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തമ്മിൽ എന്താ ബന്ധം? മനുഷ്യ പറഞ്ഞ ക്വസ്റ്റ്യൻ അർത്ഥവത്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ആണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം നമ്മളിപ്പോൾ കുട്ടികളാവട്ടെ എല്ലാവരും AI ബേസ് ചെയ്തിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രോപ്പർട്ടി ഫൈൻഡ് ഔട്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചും കൂടി ബെനിഫിറ്റാണ്, ഈസി വേ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ആ ഷോർട്ട് കട്ട് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ആ ഷോർട്ട് കട്ടിലേക്ക് നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിനെ അവിടേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിന് ഡീപ്പായിട്ട് ഇപ്പോൾ AI എന്താണെന്നുള്ളതും അതിനെപ്പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ചീഫ് ടെക്നോളജി ഓഫീസർ മിസ്റ്റർ എബിൻ ഉണ്ട്. എബിൻ അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. എനിവേ, താങ്ക് യു നിഷിൽ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങളാണ് ഇലാഗോ കൺസൾട്ടൻസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മിസ്റ്റർ നിഷിൽ പറഞ്ഞത്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ നിഷിൽ.